ഇന്തോനേഷ്യയിൽ വീണ്ടും ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഇന്തോനേഷ്യൻ സമയം പുലർച്ചെ 5:58 ഉണ്ടായത്. 10 കിലോമീറ്റർ താഴെയായാണ് ഈ ശക്തമായ ഭൂചലനത്തിന്റെ പ്രഭവകേന്ദ്രം എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമമായ ദി ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഈസ്റ്റ് നുസ തെങ്കാര പ്രവിശ്യയിലെ എൻഡെ നഗരത്തിന് വടക്കുപടിഞ്ഞാറായി 68 കിലോമീറ്റർ, അതായത് 42 മൈൽ അകലെയാണ് ഇതിന്റെ പ്രഭവകേന്ദ്രം. ഈ ശക്തമായ ഭൂചലനത്തിന് പിന്നാലെ പ്രദേശത്ത് വൻ ഭീതിയാണ് നിലനിൽക്കുന്നത്. തുടർന്ന് ജനങ്ങൾ പരിഭ്രാന്തരാവുകയും ഓടി രക്ഷപ്പെടുകയും ചെയ്യുന്ന ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത്. ഭൂമിയുടെ അന്തർഭാഗത്തുണ്ടായ ശക്തമായ ഈ പിളർപ്പ് ഇന്തോനേഷ്യൻ ഭരണകൂടത്തെയും ദുരന്ത നിവാരണ സേനയെയും ഒരുപോലെ ജാഗ്രതയിലാഴ്ത്തിയിരിക്കുകയാണ്. ഏറ്റവും ഗൌരവകരമായ മറ്റൊരു വിഷയം ഭൂചലനത്തിന് തൊട്ടുപിന്നാലെ അധികൃതർ സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നതാണ്. ഇന്തോനേഷ്യയുടെ കാലാവസ്ഥാ ഭൗതികശാസ്ത്ര ഏജൻസിയായ BMKG ആണ് ഈ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയത്. തീരപ്രദേശങ്ങളിൽ നിന്നും നദീതീരങ്ങളിൽ നിന്നും ജനങ്ങൾ ഉടൻ തന്നെ ഒഴിഞ്ഞുപോകണമെന്നും ഉയർന്ന പ്രദേശങ്ങളിലേക്ക് മാറണമെന്നും കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ പ്രകൃതിക്ഷോഭത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചുകൊണ്ട് പ്രധാന ഭൂചലനത്തിന് പിന്നാലെ 2 ശക്തമായ തുടർചലനങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിലൊരു തുടർചലനത്തിന് മാത്രം റിക്ടർ സ്കെയിലിൽ 6.1 തീവ്രതയാണ് രേഖപ്പെടുത്തിയത്. കടലിൽ നിന്നും 0.5 മീറ്റർ മുതൽ 1.6 മീറ്റർ വരെ ഉയരത്തിൽ ഭയപ്പെടുത്തുന്ന തിരമാലകൾ ആഞ്ഞടിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ശാസ്ത്രജ്ഞരുടെ വിലയിരുത്തൽ. അതിനാൽ തന്നെ സുരക്ഷാ മുൻകരുതലുകളുടെ ഭാഗമായി ഭൂകമ്പബാധിത പ്രദേശങ്ങളിൽ നിന്നും ജനങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കുന്ന നടപടികൾ പുരോഗമിക്കുകയാണ്. മറുഭാഗത്ത് ഓസ്ട്രേലിയൻ പ്രധാന ഭൂപ്രദേശത്തോ സമീപത്തുള്ള മറ്റു ദ്വീപുകളിലോ ഈ ഭൂകമ്പം മൂലം സുനാമി ഭീഷണി നിലവിലില്ല എന്ന് ഓസ്ട്രേലിയയുടെ സുനാമി മുന്നറിയിപ്പ് കേന്ദ്രം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് ആശ്വാസകരമായ ഒരു വാർത്തയാണെങ്കിലും ഇന്തോനേഷ്യൻ തീരങ്ങളിൽ അതീവ ജാഗ്രത തുടരുകയാണ്.